ഞാൻ ഡോക്ടർ ജീവൻ, കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, PRS ഹോസ്പിറ്റൽ. എല്ലാ ഫീൽഡിലും ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സർജറിയിൽ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് റോബോട്ടിക് സർജിക്കൽ. നമ്മൾ ക്യാൻസർ സർജറിയിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് വലിയ മുറിവുപാടുകൾ. ട്യൂമേഴ്സ് റിസെക്ട് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയ ശേഷം വയറിലാണെങ്കിലോ നെഞ്ചിലാണെങ്കിലോ അകത്തേക്ക് പോകേണ്ട ആവശ്യകതയാണ്. ഇതിനാണ് ഒരു വ്യത്യാസം വരുത്തുന്നത് റോബോട്ടിക് സർജറി. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറീസും അതൊരു കോംപ്ലിക്കേറ്റഡ് ഏരിയാസിലും എത്തിപ്പെടാനായിട്ട് നമുക്ക് ഈ റോബോട്ടിക് ആംസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു മാസ്റ്റർ കൺസോളിൽ സർജൻ ഇരുന്ന് കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇതിൽ ഈ റോബോട്ടിക് ആംസ് വർക്ക് ചെയ്യത്തുള്ളൂ. റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും ആ റോബോട്ട് തനിയെ സർജറി ചെയ്യുമോ എന്നുള്ളത്. റോബോട്ട് ഒരിക്കലും തനിയെ 1% പോലും സർജറി ചെയ്യില്ല. ഇതൊരു മാസ്റ്റർ കൺസോളിലിരുന്ന് ഒരു സർജൻ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ആംസ് ആണ് അകത്ത് സർജറീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ യൂസസ് നമ്മൾ കാണുന്നത് റോബോട്ടിക് ഈസോഫാഗക്ടമി, റോബോട്ടിക് ഗ്യാസ്ട്രക്ടമി, അതേപോലെ തന്നെ കോളൻ, റെക്ടം സർജറീസ്, പ്രോസ്റ്റേറ്റ് സർജറീസ്. ഇതെല്ലാം ഡീപ്പായിട്ടുള്ള ഏരിയകളിൽ ഇരിക്കുന്ന ഓർഗാൻസ് ആണ്. ഇത്തരം ഓർഗാൻസിൽ സർജറി ചെയ്യുമ്പോഴാണ് റോബോട്ടിക്കിൻ്റെ യൂസ് ഏറ്റവും അധികമായിട്ട് നമുക്കുണ്ടാകുന്നത്.